അങ്ങനെ ഇവള് കണ്ണു പറഞ്ഞത് ഇവിടെ മുന്നിൽ തന്നെ ഇത് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വേഗം കൈ കൊണ്ട് ഫോൺ എടുത്ത് ഫ്ലാഷ് ഓണാക്കി റൂം മൊത്തം നോക്കി. റൂമിലൊരു സംഗതിയല്ല കേട്ടോ. ആൻഡ് ഇതിന്റെ മുഖം ഫസ്റ്റ് കണ്ട സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പേടിച്ച് ഷോക്ക് ആയിട്ടുള്ള ഒരു മുഖമായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇതിനെ കാണുമ്പോൾ ഇത് ഭയങ്കര ദേഷ്യത്തോടെ ഇവളിങ്ങനെ ദേഷ്യത്തോടെ നോക്കൂലേ, അങ്ങനെയാണ് മുഖം നിൽക്കുന്നത്. ഇത് നടക്കുന്നത് രാത്രി കുറച്ച് ആയിട്ടാണ് കേട്ടോ. ഈ ടൈമിൽ ഇവള് ഹാളൊക്കെ പോകാന്നുണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് ഫോൺ സ്ക്രോൾ ചെയ്ത് പറഞ്ഞാൽ ഇവർക്ക് ചീത്ത കിട്ടും. കാരണം ഇവിടെ ഈ രാത്രി റീല് കണ്ടിരിക്കുന്നതിന് ഇവർക്ക് വീട്ടിൽ നല്ല ചീത്തട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പാടെ അടുത്ത് ചീത്തിട്ടും വിചാരിച്ച് ഇവിടെ റൂമിൽ തന്നെ ഫ്ലാഷ് ഓണാക്കി അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിച്ചേ. ആൻഡ് പിറ്റേസ് ഇവളെ എല്ലാവരോടും പറഞ്ഞിട്ടോ ഞാൻ രാത്രി റൂമിൽ നിന്ന് ഇങ്ങനെ കണ്ടു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അവരൊക്കെ പാതിരാത്രി വരെ ഫോണുമ്മ കളിച്ചിരുന്നിട്ടാണ് ഓരോന്ന് കണ്ട് പേടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് ലൈക്ക് നമ്മൾക്കൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ചീത്ത ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാൽ ഒഴിവാക്കി വിട്ടുവരും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. ഇവള് പേടിച്ചിട്ട് ഓരോന്ന് കാണുന്നതാണ് ഓരോന്ന് തോന്നുന്നതാണ് എന്നുള്ളതൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഡേ ഇവള് ഇതേമാതിരി ഫ്ലാഷ് ഓൺ ആക്കി രണ്ടിന്റെ നേരം വിളിപ്പിച്ച് ഇവള് ഈ ക്രിയേച്ചറിനെ കാണുന്നത് രാത്രി കുറെ ടൈം റീൽസ് സ്ക്രോൾ ചെയ്തിനാണ്ട് പിന്നെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴാണ്. അതുകൊണ്ട് ഉപ്പാടെ അടുത്തുനിന്ന് ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവള് ഹാൾക്ക് ഓടാത്തത്. ആൻഡ് ഈ ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇരുട്ടത്തെ ഇതിന് കാണുന്നുള്ളൂ, ലൈറ്റുള്ള ടൈമിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവള് കാണുന്നത് മഗ്രിബിന്റെ ടൈമിലാണ്, അതായത് റൂമിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്താണ് ഇവള് കാണുന്നത്. ആൻഡ് രാവിലെ എന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം ഇവള് ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം കണ്ണടച്ചാൽ ഇതിന്റെ രൂപമാണ് മനസ്സിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇവള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തേർഡ് ഡേ ഇവള് കടന്ന് രാത്രി ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഒന്ന് കണ്ണ് തുറന്നതും മുന്നിൽ തന്നെ ഇത് നിൽക്കുന്നുണ്ട്. ഇത് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഒന്നായിട്ട് ഇവളുടെ മേത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. എന്തോ ഒരു ഷെൽട്ടർ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഇവളെ അറ്റാക്ക് ചെയ്യാൻ ഇതിന് പറ്റുന്നില്ല. അതിന്റെ ദേഷ്യമാണ് ഇതിന്റെ മുഖത്ത് ആകെ ഉള്ളത്. തേർഡ് ഡേ ഇതിനെ കണ്ടത് ഫ്ലാഷ് ഒന്നും ഓണാക്കാൻ അവള് നിന്നില്ല. ഫോൺ എടുത്ത് ഇവള് ഇറങ്ങി ഓടിയിട്ട് ഉമ്മാമന്റെ ഉപ്പന്റെ റൂം ഉണ്ടല്ലോ അവിടെ പോയിട്ട് കടന്നു. ഇതുവരെ ഇവിടെ വിചാരിച്ചത് ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല, റൂമിലാണ് ഇതുള്ളത് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് കടന്ന് ഇവള് ഉറങ്ങുന്നൊന്നുമില്ല. കാരണം ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഉറക്ക് വരില്ലല്ലോ. ഇവള് കണ്ണടച്ച് കിടക്കുന്ന ഇടക്ക് കണ്ണുറന്ന് എല്ലായിടത്തും റൂം നോക്കുന്നത് അങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇടക്ക് കണ്ണുറന്ന് നോക്കിയത് ഇവിടെ മുന്നിൽ തന്നെ ഈ സംഗതി ഉണ്ട് നിൽക്കുന്നത്. ഇത്രയായപ്പോ ഇവളങ്ങ് ആർത്ത് എല്ലാവരും വീട്ടിലെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ഉപ്പയും ഉമ്മയൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവളാകെ ഷൗട്ട് ചെയ്ത് കരയാൻ തുടങ്ങിട്ടോ. കാരണം ഇവള് കുറെ വട്ടം പറഞ്ഞതാണല്ലോ വീട്ടുകാരോട് ഇങ്ങനെ ഒരു സംഭവത്തിന് കാണുന്നുണ്ടെന്ന്. ഇവര് വിശ്വസിക്കാഞ്ഞിട്ടല്ലേ അതെല്ലാം പറഞ്ഞ് ഇവളാകെ ഇതെന്റെ പിന്നാലെ നടക്കുന്നുണ്ട്, അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഷൗട്ട് ചെയ്ത് കരഞ്ഞ് ഇത്രയായപ്പോ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്തോ ഉണ്ട്, വെറുതെ ഇങ്ങനെ തോന്നലാവൂല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഉമ്മാമ എന്താക്കി ഖുറാനിലെ ആയത്തും കാര്യങ്ങളൊക്കെ ഓതിയും കണ്ട് ലൈക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവളങ്ങനെ ഉമ്മാമന്റെ അടുത്ത് തന്നെ കിടത്തിയെ. ആ ഒരു ടൈമിൽ ഉപ്പപ്പ വന്നിട്ട് പറഞ്ഞ് ഇവളെ ഈ ഫ്രെയിം ചാടുന്ന ദിവസം ഉണ്ടല്ലോ ആ ദിവസം ഞാൻ വേലക്ക് പോയിരുന്നു, ഇനി അതിന്റെ വല്ലതും ആവോ എന്നുള്ളത് പറഞ്ഞു. വേല മീൻസ് ഈ കഥ നടക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അവിടെ ഉള്ള ഒരു ടെമ്പിളിലുള്ള ഫെസ്റ്റിവൽ ആണ് ഈ വേല എന്ന് പറയുന്നത്. അതായത് ഇയാളൊരു അസംഷൻ പറഞ്ഞതാട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എല്ലാ പോസിബിലിറ്റി ആലോചിക്കൂലേ, എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണേ.